ഹലോ വെൽക്കം വൺസ് അഗെയിൻ ടു ലിറ്റി ലോഗനസ് ലൈഫ് കോച്ച് വിത്ത് ലവ്. അപ്പോൾ ഈഗോ എന്ന് പറയുന്നൊരു സംഗതിയെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈഗോ കിൽസ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ, എസ്പെഷ്യലി വെൻ ഇൻ എ റിലേഷൻഷിപ്പ്. അപ്പോൾ ഈഗോ എന്ന് പറയുന്ന സംഗതി ഞാൻ വലുതാണോ ഞാൻ ചെറുതാണോ എന്നുള്ള ഈ രണ്ട് ഭാവത്തിനും നമ്മൾ ഈഗോ എന്ന് പറയാം. അപ്പോൾ അതിൽ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഞാൻ വലുതാണ് എന്നുള്ളൊരു ഭാവമാണ്. അതൊരു റിലേഷൻഷിപ്പിനെ വളരെയേറെ ബാധിക്കുന്ന ഒരു കാര്യം ആണ് അല്ലേ, എസ്പെഷ്യലി ഇൻ എ മാരിറ്റൽ റിലേഷൻഷിപ്പ്. അവിടെ നമ്മൾ ഒന്നാകുന്ന അവസ്ഥയിൽ വി ആർ മിയർലി ഹ്യൂമൻ ബീങ്സ്. നമ്മൾ എഡ്യൂക്കേഷൻ കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ വേറൊരാൾ നമ്മുടെ ഇൻഫീരിയർ ആകുന്നില്ല. ബിക്കോസ് എവരി വൺ ഹാസ് ഹിസ് ഓൺ ഹെർ ഓൺ നോളജ്. അവരുടേതായ രീതിയിൽ എപ്പോഴും ജീനിയസ് ആണ്. അപ്പോൾ എൻ്റെ സ്മോൾ ഫിംഗർ ഓഫ് ഹിം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. എവ്രി വൺ ഇസ് എ ജീനിയസ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റൂ, ഉൾക്കൊള്ളാനും പറ്റൂ. പക്ഷേ ഒരു 99.9% ആൾക്കാർക്കും അവരുടെ ഭരിക്കുന്ന ഒന്നാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. അത് എവിടെ ചെന്നാലും ഏത് മേഖലയിൽ ചെന്നാലും നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ്. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും I am superior to them, so why I can't go for them, or why I should smile at them. ഈ ഒരു ചിന്തയാണ് അല്ലേ. ഇപ്പം നമ്മൾ ഒരു പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരാളിനെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അവർ ചിരിക്കത്തില്ല. അത് അത് അവർക്ക് ഒരു എന്തിനാണ് എൻ്റെ ഒരു സ്മൈല് വേസ്റ്റ് ആക്കുന്നത് എന്നുള്ളൊരു സംഗതിയാണ്. അങ്ങനെയാണ് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ ഇടയിലും. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറും ഒരു എൻജിനീയറും അവരുടെ ജീവിതം ഇങ്ങനെ, പലരുടെയും കേസാണ് കേട്ടോ, എനിക്ക് ഒത്തിരി പേരുടെ ജീവിതങ്ങൾ അറിയാവുന്നതുകൊണ്ട് പറയാണ്, വളരെ മൊണോട്ടണസ് ആയിട്ട് പോവാണ്. ഡോക്ടറാണെങ്കിൽ എവർ ടൈം ബിസി വിത്ത് പേഷ്യൻസ്, വിത്ത് ടെൻഷൻസ്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാക്ടീസ്. എൻജിനീയർ ആണെങ്കിൽ ഗോയിങ് ടു സൈറ്റ്സ് വൺ ബൈ വൺ, ബിസി വിത്ത് ക്ലയൻസ്. ഇതൊക്കെ ഇവർക്ക് തമ്മിൽ സംസാരിക്കാനോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒന്നുമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അഗെയിൻ എബൌട്ട് ദ ചിൽഡ്രൻ, അവരുടെ പഠിത്തം, ഇതൊക്കെ. അവർ രണ്ടുപേരുടെയും മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിൽ മുന്നോട്ട് പോകുന്ന വീടാണ്. അപ്പോൾ എത്ര അൺലക്കിയാണ് അങ്ങനത്തെ ആൾക്കാരെന്ന് ഇങ്ങനെ ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നില്ലായിരിക്കാം. എന്നാലും ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ സെഷൻ വരുമ്പോൾ എന്തായാലും ആ റിഗ്രറ്റ് തോന്നും, അത് ഉറപ്പാണ്. അതർവൈസ് ഈ ഒരു സംഗതി അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് പ്രൊഫഷൻ ഇസ് ദ പ്രൈം തിങ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഹ്യൂമൻ ബീങ്സ് എന്നുള്ളൊരു സംഗതിയിലേക്ക് പോയി കഴിഞ്ഞാൽ വി ക്യാൻ കമ്മിറ്റ് മിസ്റ്റേക്സ്, വി ക്യാൻ കമ്മിറ്റ് ചെയ്യാന്നാണ് പറയുന്നത്, കമ്മിറ്റ് എവറിത്തിങ്, എസ്പെഷ്യലി ജോക്സ് ടുഗെദർ. എന്താ പറയുക, ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ശ്രീകുമാരൻ തമ്മിൽ പറഞ്ഞ പോലെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് വേറില്ല. അപ്പോൾ ആ ഒരു ഇതിൽ ബ്യൂട്ടി കൊണ്ടുവരാനായിട്ട് ചെറിയ ചെറിയ കോംപ്രമൈസും ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്ക് കൂടിയേ തരും അല്ലേ. ടു എർ ഇസ് ഹ്യൂമൻ ആൻഡ് ടു ഫോർഗീവ് ഇസ് ഡിവൈൻ എന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യരാണ് തെറ്റുകൾ പറ്റും, ഉറപ്പാണ്. അത് അബദ്ധമെന്നോ ഒക്കെ പറയാം, കാരണം മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മോസ്റ്റ്ലി ഇൻ ആർ ടൈംസ് ദ ഡിവോഴ്സസ് ആർ ഹാപ്പനിങ് അല്ലെ. അതിന് മലയാളികളെ കുറിച്ച് പറയും, അവരൊരിക്കലും ഡിവോഴ്സ് ഇസ് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അവർക്ക് എത്ര ഡിവോഴ്സ് എന്ന് പറഞ്ഞു കൊടുത്താലും അവർ ഡൈവോഴ്സ് എന്നേ പറയത്തുള്ളൂ. അവരുടെ മനസ്സിൽ മരിച്ചു എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു സെപ്പറേഷന് എന്തുകൊണ്ട് അവരെ അതിലേക്ക് എത്താതിരിക്കാനുള്ള വഴികൾ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു ഓർക്കേണ്ട സംഗതി. ആൻഡ് ഫസ്റ്റ് തിങ്, നെവർ എവർ സേ ദ വേർഡ് ഡിവോഴ്സ് ഇൻ ബിറ്റ്വീൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഡിവോഴ്സ് എന്നുള്ള വാക്ക് നിങ്ങളുടെ ഇടയിലേക്ക്, നിങ്ങളുടെ ബന്ധത്തിനെ പറ്റി തമാശയ്ക്ക് പോലും കൊണ്ടുവരരുത് എന്നാണ് പറയുന്നത്. ബിക്കോസ് വാട്ട് എവർ വി ആർ സേയിങ്, വാട്ട് എവർ വി ആർ റൈറ്റിംഗ്, വാട്ട് എവർ വി ആർ ഇമാജിനിങ്, അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ടുപേരുടെ മനസ്സിൽ സെപ്പറേറ്റഡ് എന്നുള്ളൊരു ഇമേജ് വന്നു കഴിഞ്ഞു. അങ്ങനെ ന്യൂ തിയറി അനുസരിച്ച് ദ യൂണിവേഴ്സ് ന്യൂ ഓൺലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ പ്രസൻറ്റ്. യൂണിവേഴ്സിന് അറിയില്ല വാട്ട് ഈസ് പാസ്റ്റ് എന്നോ വാട്ട് വിൽ ബി ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ എന്നൊന്നും അറിയില്ല. പ്രസൻറ്റിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് വിഷ്വലൈസ് ചെയ്യുന്നു എന്നുള്ളത് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ വൺസ് അങ്ങനെ ഒരു ഇമേജ് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും
അങ്ങനെ സംഭവിക്കരുത് എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ മുന്നോട്ടേക്ക് പോവുക. അതിനുവേണ്ടി വലിയ ഓർഡീൽസിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. ഇപ്പോൾ ഞാനിത് സംസാരിക്കുമ്പോഴും അങ്ങനെ ഒരു ചിന്താഗതിയിലേക്കൊക്കെ എത്താനായിട്ട് വലിയ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ആൻഡ് ദാറ്റ് വിൽ ബി ഈദർ ഫിസിക്കൽ ഓർ മെൻ്റൽ. അപ്പോൾ ഒരാളിനോട് എപ്പോഴും ഇങ്ങനെ സപ്പോർട്ടീവായിട്ട് അവരുടെ ഒരു സ്കഫോൾഡായിട്ട് നിൽക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ടീഡിയസ് ടാസ്ക്. അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്നും നമുക്ക് ചെയ്താൽ അല്ലേ. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ബോത്ത് ആർ വർക്കിംഗ് എന്ന് വിചാരിച്ചാലും ഒരാൾ നേരത്തെ വീട്ടിലുണ്ട്, അപ്പോൾ ലേറ്റ് കമ്മിങ് ആയിട്ട് മറ്റേ ആൾ വരികയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് ഓടി പോകുന്നത് എന്ന് വിചാരിക്കുന്നിടത്ത് ഈഗോ തുടങ്ങുന്നു. നമ്മൾ എന്ത് ചെയ്യാം, എല്ലാം ഇറങ്ങി പോകുന്നു, ഒന്ന് കുശലൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്നു. സോ ദാറ്റ് അതർ പേഴ്സൺ ഇസ് തിങ്കിങ് ദാറ്റ് യെസ് ഹി ഓർ ഷീ ഈസ് ബോതേഡ് അബൌട്ട് മീ. ബോതേഡ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ആ ഒരു ലൈഫിൽ അത് വേണ്ടതാണ്. അപ്പോൾ ഇത് ആണുങ്ങൾക്ക് മാത്രം ബാധകമല്ല കേട്ടോ, പെണ്ണുങ്ങൾക്കും ഇത് തന്നെയാണ്. ഇപ്പോൾ ഒരു ദിവസം, കാരണം വെൻ കമ്പയറിങ് വിത്ത് മെൻ, വിമൻ ആർ മൂവിങ് ത്രൂ മെനി ക്രൈസിസ്. അപ്പോൾ അവൾ ശാരീരികമായ പ്രത്യേകതകളുണ്ട്, മാനസികമായ പ്രത്യേകതകളൊക്കെ കൊണ്ട് വളരെയധികം ടയേർഡായിട്ട് വീട്ടിലെത്തുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഒരു ദിവസം അവർക്കൊരു കാപ്പി ഇട്ട് കൊടുക്കുക, അവരടുത്തിരുത്തിയിട്ടൊന്ന് ചോദിക്കുക, അല്ലേ, എന്താ നീ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്, എന്തെങ്കിലും നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചാലോ എന്നുമല്ല, പറയാണ് ഇപ്പോഴത്തെ സാഹചര്യം. പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചാലോ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയും വേണ്ട, ഞാനിന്ന് ഉണ്ടാക്കും. കാരണം എന്നെ കൺസിഡർ ചെയ്യുന്നു, എന്നെപ്പറ്റി ആലോചിക്കുന്നു. ഇതൊക്കെ ഒരു തോന്നൽ മാത്രം മതി സ്ത്രീകൾക്ക് അവരുടെ എല്ലാ ക്ഷീണവും മാറാനും, എല്ലാ പോസിബിലിറ്റീസും പൊട്ടൻഷ്യലും ഒക്കെ പുറത്തേക്ക് അവർ പ്രകടിപ്പിക്കാൻ. ഇനി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് പോയിട്ട് എന്തെങ്കിലും സഹായം വേണോ, എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് തരണോ, ഇത്ര ഒന്ന് ചോദിച്ചാൽ മതി. അവർ പറയും വേണ്ട, യുവർ പ്രസൻസ് ഈസ് ഇനഫ്. ഞാനൊക്കെ പറയാറുണ്ട്, ഒരു ചെയർ എടുത്തിട്ട് ഈ വാതിക്കലൊന്ന് ഇരുന്നാൽ മതി, വേറെ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. സോ അപ്പം വിത്ത് ദാറ്റ് ഇൻറ്റൻസ് എനർജി, വിത്ത് ദാറ്റ് ഡബിൾ എനർജി, എ ലേഡി വുഡ് വർക്ക് ഫോർ ദ ഹോൾ ഫാമിലി. അപ്പോൾ അവർക്ക് ഒരു സങ്കടം. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ദ മെൻ ആർ സ്ട്രൈവിങ് ടു മച്ച്. എല്ലാ ഫാമിലിയിലും പരസ്പരം രണ്ടുപേരും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അത് പരസ്പരം മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു ഇത് മതി. അല്ലാതെ ഞാൻ മാത്രം ചെയ്യുന്നത് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ എസ്പെഷ്യലി ഈ പറഞ്ഞതുപോലെ കൗണ്ട് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കൂടുതലാണ്. അപ്പോൾ വന്നാൽ ഉടനെ തന്നെ അല്ലേലും അവരുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേറെ ആരും ഇല്ല. അപ്പോൾ അത് ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കുക, അത് കഴിഞ്ഞു കഴിഞ്ഞാലൊന്ന് ഫ്രഷ് ആകാം എന്നുള്ള വിചാരത്തിലാണ് ഇവർ. അപ്പോൾ നെവർ ഫീൽ ദാറ്റ് ഷീസ് എ കംപ്ലൈൻറ്റ് ബോക്സ്. അവരൊരു കംപ്ലൈൻറ്റ് ബോക്സ് ആണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. അങ്ങനെയല്ല, ഷെയറിങ് മീൻസ് ഇറ്റ് ഇസ് കെയറിങ്. ആൻഡ് എനിക്ക് തോന്നുന്നു മോസ്റ്റ് മെൻ ലൈക്ക് ദാറ്റ് ഗോസിപ്സ് ടുഡേ. അവരും ഗോസിപ്പുകൾ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാലത്ത് നിങ്ങൾക്ക് വേണ്ടത് 2 ചെവികൾ മാത്രമാണ്. അവരെ ലിസൺ ചെയ്യുന്നു എന്നുള്ളൊരു, അത് നേരെ തിരിച്ചും കേട്ടോ. എന്താണ് ഓഫീസിൽ എന്തായിരുന്നു സംഭവിച്ചത്, ഇതൊക്കെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. അവിടെ ഇപ്പോൾ ഈ ഒരു 3 ലെറ്ററാണ് വില്ലനായിട്ട് വരുന്നത്. ഇങ്ങനെ ചിന്തിക്കരുതോ എനിക്കെന്ത് കേൾക്കാൻ, അതിന് എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ പുറത്ത് നിൽപ്പുണ്ടെന്ന് ആലോചിച്ചോണം. നൗ ഡേയ്സ് ഡിവോഴ്സിൻ്റെ കാര്യം എഗെയിൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൂടുതലും ഓഫീസിലൊക്കെ ഒരേപോലെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ ഒരുമിച്ച് കഴിക്കുന്നു, ഒരുമിച്ച് തമാശ പറയുന്നു. ഇതെല്ലാം വീട്ടിൽ നിന്ന് ലാക്ക് ചെയ്യാണ് ഒരാൾക്ക്. അപ്പോൾ ഒരു ഡ്യൂ കെയർ കൊടുത്തില്ലെങ്കിൽ ബന്ധങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ ഫ്ലീറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെ ആ 3 അക്ഷരം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ സ്മൂതർ, ഇറ്റ് വിൽ ഗോ നൈസ്, ആൻഡ് യു വിൽ ബി ഹാവിങ് എ ഹാപ്പിയർ ലൈഫ്. താങ്ക് യു.